അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ ആദ്യ ഭാഗമാണ്, ആദ്യ യൂണിറ്റിലെ ആദ്യ പാഠമാണ്. ഇതിൽ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെയാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത് ക്രിസ്റ്റീന ലഗാർഡെ എന്ന് പറയുന്ന ലേഡിയുടെ സ്പീച്ചാണിത്. ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന് പറയുന്ന സ്പീച്ച്. ഈ ക്രിസ്റ്റീന ലഗാർഡെ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് പൊളിറ്റീഷ്യനാണ്, ലോയറാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ 2019 മുതലുള്ള പ്രസിഡൻ്റായിരുന്നു. പിന്നെ 2011 മുതൽ 2019 വരെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. ഈ ഒരു പ്രസംഗം നടത്തുന്നത് 2014 മെയ് 19 വാഷിങ്ടൺ DC-യിലെ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് ഈ ഒരു പ്രസംഗം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പ്രസംഗത്തിൽ കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നത്. അപ്പോൾ റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വുമൻ ഈസ് ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ് ഇൻ എവറി സൊസൈറ്റി. എല്ലാ സമൂഹത്തിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു സ്ത്രീകളുടെ ശാക്തീകരണവും അവരുടെ വിമോചനവും. ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ലിബറേഷൻ, വിമോചനം. എംപവർമെൻറ്റ്, ശാക്തീകരണം. ഇൻ അവർ കൺട്രി, നമ്മുടെ രാജ്യത്ത്, വി ഹാവ് അച്ചീവ്ഡ് പാർഷ്യൽ സക്സസ്, ഒരു ഭാഗികമായിട്ടുള്ള വിജയം നമുക്ക് കൈവരിക്കാനായിട്ടുണ്ട്. പക്ഷേ വി സ്റ്റിൽ ഹാവ് എ ലോങ് വേ ടു ഗോ. ഇപ്പോഴും നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. വാട്ട് ഷുഡ് വി ഡു ടു അച്ചീവ് ദിസ് ഗോൾ? ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹിയർ ഈസ് എ സ്പീച്ച് ഓൺ ദ റിക്വസ്റ്റ്സ് ഓഫ് വുമൻ എംപവർമെൻറ്റ്. ഇവിടെ സ്ത്രീ ശാക്തീകരണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രസംഗമുണ്ട്. റിക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റിക്വേർഡ്, ആവശ്യമായിട്ടുള്ള എന്നർത്ഥം. അപ്പോൾ റീഡ് ഓൺ. ദ 3 L's ഓഫ് എംപവർമെൻറ്റ്, ശാക്തീകരണത്തിൻ്റെ 3 L. ഗുഡ് ആഫ്റ്റർനൂൺ. ഇറ്റ്സ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ്. സുഹൃത്തുക്കൾക്കിടയിലും അതുപോലെ കിൻഡ്രഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെരി സിമിലർ, റിലേറ്റഡ്, ഒരുപോലെയുള്ള ആത്മാക്കൾക്കും ഇടയിലാകുന്നത് ഭയങ്കര സന്തോഷമുള്ളതാണ്, ഭയങ്കര മഹത്വമുള്ളതാണ്. ഇവിടെ ഒരുപോലെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, ഇത് നമ്മൾ എന്താണ് ഒരുപോലെ എല്ലാ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ മനസ്സുള്ള ആത്മാക്കളാണ് എന്നതുകൊണ്ടാണ് കിൻഡ്രഡ് സ്പിരിറ്റ് എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ദി 21st century, 21ാം നൂറ്റാണ്ട്, പോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്രിയേറ്റ്, സൃഷ്ടിക്കുന്നുണ്ട്. മെനി ചലഞ്ചസ്, ഒരുപാട് ചലഞ്ചുകൾ, വെല്ലുവിളികൾ. ദാറ്റ് റിക്വയർ ന്യൂ വേസ് ഓഫ് തിങ്കിങ്, പുതിയ രീതിയിലുള്ള ചിന്തകൾ ആവശ്യമാകുന്ന ഒരുപാട് വെല്ലുവിളികൾ 21ാം നൂറ്റാണ്ട് സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. നൺ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഇക്കണോമിക് റോൾ ഓഫ് വുമൻ. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ദി ഇക്കണോമിക് റോൾ ഓഫ് വുമൻ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. വളരെ വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ സ്ത്രീകളുടെ ഇക്കണോമിക് റോൾ, ഇക്കണോമിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രോഫിറ്റബിൾ എന്നാണ്, ലാഭകരമായിട്ടുള്ള ഒരു റോള്, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ വുമൻ today remain blocked from contributing their true potential. ഇന്ന് സ്ത്രീകൾ അവരുടെ കഴിവിനെ വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ അവരുടെ കഴിവിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ നിന്നും അവർ തടയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോൾ ഇന്ന് സ്ത്രീകൾ പ്രധാനമായിട്ടും അവരുടെ കഴിവുകൾ അത് പുറത്തെടുക്കുന്നതിൽ നിന്ന് തടയപ്പെട്ടിരിക്കുകയാണ്. ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. ഇതിനൊരു വലിയ വിലയുണ്ട്. ഇൻ സം കൺട്രീസ്, ചില രാജ്യങ്ങളിൽ പെർ ക്യാപിറ്റ ഇൻകംസ് എന്നുണ്ട് കേട്ടോ. പെർ ക്യാപിറ്റ ഇൻകംസ് ലാഗ് സിഗ്നിഫിക്കൻ്റ്ലി ബിക്കോസ് വുമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഒരുപാട് രാജ്യങ്ങളിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ഓരോ ആളുകൾക്കും കിട്ടുന്ന ഇൻകം എന്നുള്ളതാണ്. അപ്പോൾ അത് ലാഗ്, അത് വളരെ പിറകിൽ, ലാഗ് എന്ന് പറഞ്ഞാൽ ഫാൾ ബിഹൈൻഡ്, അത് വളരെ പിറകിലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ബിക്കോസ് വുമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. സ്ത്രീകൾ
ഈക്വലായിട്ടുള്ള സാഹചര്യങ്ങൾ ഓപ്പർച്യൂണിറ്റിയിൽ നിന്നും അവർക്കത് തടയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ പെർ ക്യാപിറ്റ ഇൻകം വളരെ പിറകിലാണ്. ദേ റിപ്രസെൻറ്റ് ഹാഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ. അവർ ലോകത്തിൻ്റെ പകുതി പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരാണ് സ്ത്രീകൾ. പക്ഷേ കോൺട്രിബ്യൂട്ട് ഫാർ ലെസ് ദാൻ 50% ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ 50% കുറവാണ് അവരുടെ കോൺട്രിബ്യൂഷൻസ് വരുന്നത്. വാട്ട് ഈസ് നീഡഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ? ഈ ഒരു ചിത്രം മാറ്റിയെടുക്കാൻ ആവശ്യമായത് എന്താണ്? ഇറ്റ്സ് എ കൺസേർട്ടഡ് എഫേർട്ട്. കൺസേർട്ട് എന്ന് പറഞ്ഞാൽ done in a planned and determined way, especially by more than one members. അതായത് സംഘടിതവും അതുപോലെ പ്ലാൻ ചെയ്തതുമായിട്ടുള്ള പ്ലാനഡ് ആൻഡ് പ്രാക്ടീസ്ഡ് ഇൻ ഗ്രൂപ്പ്. നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുകയും അതുപോലെ കൂട്ടമായിട്ട് ചെയ്യുകയും ചെയ്യേണ്ടുന്ന ഒരു എഫേർട്ട്. അതാണ് ഈ ഒരു ചിത്രം മാറ്റിയെടുക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്തിന്? ടു ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നതിലേക്ക് ഒരു വാതിൽ തുറക്കാൻ. വിത്ത് വാട്ട് ഐ കാൾ ദ 3 L's ഓഫ് വുമൻസ് എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ 3 എല്ലുകൾ എന്ന് ഞാൻ വിളിക്കുന്ന ഈ കാര്യങ്ങൾ കൊണ്ട് ഓപ്പർച്യൂണിറ്റിയുടെ വാതിൽ തുറക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കൂട്ടമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള പ്രവർത്തനമാണ് എന്നർത്ഥം. ഏതാണ് 3 L's? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. വിദ്യാഭ്യാസം, ജോലി, നേതൃത്വം. ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്. ലേണിങ്ങിനെ കുറിച്ച് ആദ്യമായിട്ട് പറയാനുള്ളത്, എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. ഏതൊരു മാറ്റവും നിർമ്മിക്കപ്പെടുന്ന അടിത്തറയാണ് വിദ്യാഭ്യാസം. ലേണിംഗ് ഹെൽപ്സ് വുമൻ. ഈ വിദ്യാഭ്യാസം സ്ത്രീകളെ സഹായിക്കുന്നു. ടു ഹെൽപ്പ് ദംസെൽവ്സ്. ഹെൽപ്പ് ദംസെൽഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരിക്കും ടേക്ക് ഫുഡ് എന്നതാണ്, ഭക്ഷണം എടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ടു ബി ഫ്രീ, സ്വതന്ത്രരാകാൻ വിദ്യാഭ്യാസം സ്ത്രീകളെ സഹായിക്കുന്നു. ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. പുറത്താക്കപ്പെടുക എന്നതിൻ്റെ ചെങ്ങലകളെ പൊട്ടിക്കാനും തകർത്തെറിയാനും വിദ്യാഭ്യാസം സ്ത്രീകളെ സഹായിക്കുന്നു. ഷാക്കിൾ, ചെയിൻ എന്നർത്ഥം. നൗവർ ഈസ് ദിസ് മോർ എസെൻഷ്യൽ ദാൻ ഇൻ ദി ഡെവലപ്പിംഗ് വേൾഡ്. ഈ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളതും അതുതന്നെയാണ്. ദർ ഈസ് എൻ ആഫ്രിക്കൻ അഡേജ് ദാറ്റ് ഗോസ്. അഡേജ് എന്ന് പറഞ്ഞാൽ സെയിങ്, അതായത് ചൊല്ല് എന്നർത്ഥം. അവിടെ ഒരു ആഫ്രിക്കൻ ചൊല്ലുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, നിങ്ങളൊരു ആൺകുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ യു ട്രെയിൻ എ മാൻ, നിങ്ങളൊരു മനുഷ്യനെയാണ് ട്രെയിൻ ചെയ്യുന്നത്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, നിങ്ങളൊരു സ്ത്രീയെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, ഒരു പെൺകുട്ടിയെയാണ് നിങ്ങൾ വിദ്യാസമ്പന്നയാക്കുന്നതെങ്കിൽ, യു ട്രെയിൻ എ വില്ലേജ്, ഒരു ഗ്രാമത്തെ മുഴുവനായിട്ടാണ് നിങ്ങൾ വിദ്യ അഭ്യസിക്കുന്നത് എന്നുള്ള ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ലിട്ട്. ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേണിംഗ് ആണ് ഈ ആദ്യ സ്റ്റെപ്പ് എന്നുണ്ടെങ്കിൽ, ലേബർ ഈസ് ദ സെക്കൻഡ്, ജോലിയാണ് രണ്ടാമത്തേത്. ലേബർ ഫെസിലിറ്റേറ്റ്സ് വുമൻ, ഈ ജോലി സ്ത്രീകൾക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. എന്തിന്? ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. അവരുടെ യഥാർത്ഥമായിട്ടുള്ള കഴിവുകൾ പരിപോഷിപ്പിച്ചെടുക്കാനും നേടിയെടുക്കാനും ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട് ജോലി സ്ത്രീകൾക്ക്. ബട്ട് അറ്റ് പ്രസൻറ്റ്, പക്ഷേ ഇന്നത്തെ കാലത്ത്, വെൻ വുമൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് എന്നർത്ഥം. അപ്പോൾ സ്ത്രീകൾ ഏതെങ്കിലും ഒരു കമ്പനിയിലൊക്കെ സ്റ്റാഫിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ, പങ്കെടുക്കുമ്പോൾ, ദേ ടു ഓഫൻ ടെൻ ടു ഗെറ്റ് സ്റ്റക്ക് ഇൻ ലോ പേയിങ്, ലോ സ്റ്റാറ്റസ് ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ്. അവർ കുറഞ്ഞ ശമ്പളമുള്ള, കുറഞ്ഞ നിലവാരമുള്ള, കുറഞ്ഞ സുരക്ഷിതത്വമുള്ള ജോലികളിൽ സ്റ്റക്കായി പോവുകയാണ്. അവിടെ അവർ അടച്ചിടപ്പെടുകയാണ്, സ്റ്റക്കായി പോവുകയാണ് ചെയ്യുന്നത്. ഗ്ലോബലായിട്ട് പറയുകയാണെങ്കിൽ, വുമൻ ഏൺ ഓൺലി 3/4 ആസ് മച്ച് ആസ് മെൻ. പുരുഷന്മാർ അധ്വാനിച്ച് നേടുന്നതിൻ്റെ 1/4 മാത്രമേ സ്ത്രീകൾ നേടുന്നുള്ളൂ. ഈവൻ വിത്ത് ദ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ ദ സെയിം ഒക്കുപ്പേഷൻ. ഒരേ വിദ്യാഭ്യാസ രീതിയും ഒരേ ജോലിയിൽ ആയിട്ടുകൂടെ, ഒരേ ലെവലിലായിട്ടുകൂടെ പുരുഷൻ നേടുന്നതിൻ്റെ 1/4 മാത്രമേ സ്ത്രീ സമ്പാദിക്കുന്നുള്ളൂ. ഷുവർലി, ഉറപ്പായിട്ടും, വൺ ഓഫ് അവർ മോസ്റ്റ് ബേസിക് നോംസ്, നമ്മുടെ പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്നായിരിക്കണം. നോം, റൂൾ, നിയമങ്ങൾ ഒന്നായിരിക്കണം. എന്ത്? ഷുഡ് ബി ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഒരേ ജോലിക്ക് ഈക്വലായിട്ടുള്ള ശമ്പളം എന്നുള്ള ഒരു നിയമം നമ്മൾ കൊണ്ടുവരണം. റീസെൻറ്റ് റിസർച്ചേഴ്സ് ഷോ ദാറ്റ് എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ് ഇൻ ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ
ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപെടലുകളിലുള്ള ജെൻഡർ ഗ്യാപ്പ്, ലിംഗപരമായിട്ടുള്ള വ്യത്യാസം അത് അവസാനിപ്പിക്കുക എന്നുള്ളത് ക്യാൻ ബ്രിങ് ആൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം അതിലൊരു വർധനവ് കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപെടലുകളിലുള്ള ജെൻഡർ ഗ്യാപ്പുകൾ അവസാനിപ്പിക്കുന്നത് കാരണമാകുമെന്നാണ് ഈയിടെയുള്ള പഠനങ്ങൾ കാണിക്കുന്നത്. വി ക്യാൻ അൺഡൗട്ട്ലി പ്രൊമോട്ട് മോർ ഓപ്പർച്യൂണിറ്റി ഫോർ വുമൻ ഇൻ ദി വർക്ക് പ്ലേസ്. ജോലിസ്ഥലങ്ങളിൽ നമുക്ക് സ്ത്രീകൾക്ക് കുറച്ചും കൂടിയൊക്കെ സാഹചര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ, അതിന് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് കഴിയും. ഇറ്റ്സ് ആൾ അബൌട്ട് ചേഞ്ചിങ് ലോസ്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്ന നിയമങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം, by ensuring that property and inheritance laws do not discriminate against women. ഈ സമ്പത്തും അതുപോലെ തന്നെ അനന്തരാവകാശ നിയമങ്ങളുമൊക്കെ സ്ത്രീകൾക്കെതിരെ ഒരു വിവേചനവും കാണിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം. It also means policies that encourage education and health care. വിദ്യാഭ്യാസവും അതുപോലെ ആരോഗ്യ പരിരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്ന, ഉറപ്പാക്കുന്ന പോളിസികളും ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. മോറോവർ, അതിലുപരി വി നീഡ് ടു പ്രൊവൈഡ് ഗ്രേറ്റർ ആക്സസ് ടു ക്രെഡിറ്റ്. നമ്മൾ ഈ സാമ്പത്തിക മേഖലയിലേക്ക്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനാൻസ് എന്നർത്ഥം, സാമ്പത്തിക മേഖലയിലേക്ക് സ്ത്രീകൾക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു ആക്സസ് നൽകണം. സോ ദാറ്റ് വുമൻ ക്യാൻ അച്ചീവ് ഗ്രേറ്റർ ഇക്കണോമിക് ഇൻഡിപെൻഡൻസ്. കാരണം അതുവഴി സ്ത്രീകൾക്ക് ഒരു വലിയ തോതിലുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം അവർക്ക് നേടിയെടുക്കാൻ കഴിയും. സോ അപ്പോൾ ലേണിംഗ് ആൻഡ് ലേബർ ആർ കീ ഫാക്ടേഴ്സ്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ദ തേർഡ് എൽ ഈസ് ലീഡർഷിപ്പ്. അതാണ് മൂന്നാമത്തേത്. ദാറ്റ് ഇനാബിൾസ് വുമൻ. അത് സ്ത്രീകളെ സാധ്യമാക്കുന്നു ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദർ ഇന്നൈറ്റ് അബിലിറ്റീസ് ആൻഡ് ടാലൻസ്. അവർക്കുള്ളിലുള്ള ജന്മനായുള്ള, ഇന്നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻബോൺ, ജന്മനായുള്ള കഴിവുകളും ടാലൻസുമൊക്കെ വളർത്തിയെടുക്കുവാനും ഉയർന്നു വരുവാനും സ്ത്രീകളെ സാധ്യമാക്കുന്നതാണ് നേതൃത്വം എന്ന് പറയുന്നത്. ഹിയർ ദർ ഈസ് പ്ലൻറ്റി ഓഫ് റൂം. ഒരുപാട് ചാൻസുകൾ, സാഹചര്യങ്ങളുണ്ട് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഇനിയും പുരോഗമിക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. പ്ലൻറ്റി ഓഫ് റൂം എന്ന് പറഞ്ഞാൽ ചാൻസ്. ദ ഐറണി ഈസ് ദാറ്റ് വെൻ വുമൻ ലീഡ്, ഇവിടെയുള്ള ഒരു ഐറണി എന്ന് പറയുന്നത്, സ്ത്രീകൾ നേതൃത്വം കൊടുക്കുമ്പോൾ ദേ ടെൻഡ് ടു ഡു ആസ് ഗുഡ് ആസ് ജോബ് ആസ് അതേഴ്സ്. മറ്റുള്ളവരെ പോലെ തന്നെ നല്ല രീതിയിൽ അവർ ജോലി ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇഫ് നോട്ട് എ ബെറ്റർ ജോബ്. ഇഫ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം അവർ അതിനേക്കാൾ കൂടുതൽ, മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനേക്കാൾ ബെറ്ററായിട്ട്, കൂടുതലായിട്ട് എന്നാണ് ഇഫ് നോട്ടിൻ്റെ അർത്ഥം. അപ്പോൾ മറ്റുള്ളവരെ പോലെ തന്നെ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ, നേതൃത്വം കൊടുക്കാൻ സ്ത്രീകൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവരെക്കാൾ കൂടുതലായിട്ട് ഒരു ബെറ്റർ ജോബ് ചെയ്യാൻ സ്ത്രീകൾക്ക് സാധിക്കുന്നുണ്ട്. ദേ ആർ മോർ ലൈക്ലി ടു മേക്ക് ഡിസിഷൻസ്. അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് അധികവും എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ കോൺസെൻസസ് ബിൽഡിംഗ്. കോൺസെൻസസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അഭിപ്രായ സമന്വയം. അഭിപ്രായ സമന്വയ രൂപീകരണത്തിലും അതുപോലെ തന്നെ ഇൻക്ലൂഷൻ, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക എന്നതിലും, കമ്പാഷൻ, മറ്റുള്ളവരോടുള്ള അനുകമ്പ കാണിക്കൽ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവർ തീരുമാനങ്ങൾ എടുക്കൽ. ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. ദീർഘകാല സുസ്ഥിരത, അതിനൊരു ഫോക്കസ് കൊടുത്തുകൊണ്ടുകൂടിയാണ് അവർ തീരുമാനങ്ങൾ എടുക്കൽ. ഇറ്റ്സ് ട്രൂ, ഇത് സത്യമാണ്, ദാറ്റ് വുമൻ സംടൈംസ് ലാക്ക് ദ കോൺഫിഡൻസ്. സ്ത്രീകൾക്ക് ചില സമയങ്ങളിൽ അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടാറുണ്ട്. എന്തിനുള്ള കോൺഫിഡൻസ്? ടു മാച്ച് ദെയർ കോമ്പറ്റൻസ്. അവരുടെ അബിലിറ്റി, കോമ്പറ്റൻസ് എന്ന് പറഞ്ഞാൽ അബിലിറ്റി ടു ഡു സംതിങ് വെൽ, എന്തെങ്കിലും കാര്യം നന്നായിട്ട് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ അവരുടെ കഴിവിനോട് ചിലപ്പോൾ അവർ തന്നെ എന്ത് ചെയ്യാറുണ്ട്? അവരുടെ കഴിവ് ഒരു മാച്ച് ആകുന്നില്ലേ എന്ന രീതിയിൽ അവരുടെ കോൺഫിഡൻസ് പോകാറുണ്ട്. ബട്ട് ദ നീഡ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ്. അവരുടെ ആ ഒരു മനഃശാസ്ത്ര രീതി, ഒരു മൈൻഡ് സെറ്റ് അവർ മാറ്റിയെടുക്കണം. ആൻഡ് റീസെറ്റ് ദ നരേറ്റീവ് ഇൻ ദെയർ ഫേവർ. അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഈ ഒരു കഥ, നരേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്റ്റോറി, അവരെന്ത് ചെയ്യണം? റീസെറ്റ് ചെയ്യണം. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ, ഇത് നിർബന്ധമാണ്, ദാറ്റ് വുമൻ ബി റെഡി. സ്ത്രീകൾ തയ്യാറായിരിക്കണം. ടു ഡയർ ദി ഡിഫറൻസ്. മാറ്റങ്ങളെ നേരിടാൻ അവർ തയ്യാറായിരിക്കണം. ടു ടേക്ക് റിസ്കുകൾ എടുക്കാനും. ആൻഡ് സ്റ്റെപ്പ് ഔട്ട് സൈഡ് ദെയർ കംഫർട്ട് സോൺ. ഇവിടെ കംഫർട്ട് സോണിൻ്റെ പുറത്തേക്ക് വരുവാനും അവർ തയ്യാറായിരിക്കണം. നോൺ തിലസ് എന്ന് പറഞ്ഞാൽ ഡിസ്പൈറ്റ് ദിസ് ഫാക്ട്, അതിനും പുറമെ ഈവൻ ദോസ് വിത്ത് എ ഡ്രൈവ് ടു സക്സീഡ് ടു ഫേസ് ബാരിയേഴ്സ്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ, ബാരിയർ, തടസ്സങ്ങൾ നേരിടുവാൻ
ഈവൻ ദോസ് വിത്ത് ദ ഡ്രൈവ് ടു സക്സീഡ്, ഈ എന്താ പറയുക, വിജയിക്കണം അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകണം എന്നുള്ള ഒരു ഡ്രൈവ്, ഒരു താല്പര്യം, ഒരു ഡിസയർ ഉള്ള ആളുകൾ അവർ വരെ അവരും തുടരണം ടു ഫേസ് ബാരിയേഴ്സ്, ഈ ഒരു ബാരിയറുകൾ, ഈ തടസ്സങ്ങൾ നേരിടാൻ അവർ മുന്നോട്ട് കടന്നു വരണം. വെദർ വി ആർ ടാക്കിംഗ് അബൌട്ട് പ്രൊവൈഡിങ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് ഇൻ എ വില്ലേജ്, നമ്മൾ ഒരു ഗ്രാമത്തിലുള്ള പെൺകുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും, അതല്ല ഓർ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് ഫോർ വുമൻ ഇൻ ബിസിനസ് മേഖലകളിൽ സ്ത്രീകൾക്ക് എക്സിക്യൂട്ടീവ് പൊസിഷൻസ് കൊടുക്കണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഇവർ എന്ത് ചെയ്യണം, മുന്നോട്ട് കടന്നു വരണം എന്നർത്ഥം. ഇറ്റ്സ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ്, ഇതൊരു ലോകം സൃഷ്ടിക്കാനുള്ള സമയമാണ്. വേർ ആൾ വുമൻ ക്യാൻ മീറ്റ് ദെയർ പൊട്ടൻഷ്യൽ, എല്ലാ സ്ത്രീകൾക്കും അവരുടെ കഴിവുകളെ കണ്ടുമുട്ടാൻ സാധിക്കുന്ന ഒരു ലോകം. വിത്തൗട്ട് ഇംപെഡിമെൻറ്റ്, ഒരു തടസ്സവുമില്ലാതെ. ഇംപെഡിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹിൻഡ്രൻസ്, തടസ്സം. ഒരു തടസ്സവുമില്ലാതെ, ഓർ പ്രെജുഡേസ്, ഒരു മുൻധാരണയുമില്ലാതെ സ്ത്രീകൾക്ക് തങ്ങളുടെ കഴിവുകളെ കണ്ടുമുട്ടാൻ കഴിയുന്ന ഒരു ലോകം ഉണ്ടാക്കാനുള്ള സമയമാണിത്. ആൻഡ് ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ്, അതിൻ്റെ ഉപകാരങ്ങൾ ലോകം തന്നെ കൊയ്തെടുക്കും. ഇപ്പോൾ ലോകത്തിന് തന്നെ കാണാൻ കഴിയും ഇങ്ങനെ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ എന്തൊക്കെ നേട്ടമാണ് ഉണ്ടാകുക എന്നുള്ളത്. ദ 3 L's വിൽ ഹെൽപ്പ് us get there, ഈ 3 Lകൾ നമ്മളെ ആ ഒരു ലോകത്തിലേക്ക് എത്താൻ സഹായിക്കും. ഇഫ് വി ഡാർ ദ ഡിഫറൻസ്, മാറ്റത്തെ നേരിടാൻ നമ്മൾ തയ്യാറായാൽ, ദ ഡിഫറൻസ് വിൽ ഡെലിവർ, മാറ്റം തൻ്റെ വാക്ക് പാലിക്കും. ഡെലിവർ എന്ന് പറഞ്ഞാൽ ടു ഡു വാട്ട് യു പ്രോമിസ് ടു ഡു, ചെയ്യുമെന്ന് പറഞ്ഞ വാക്ക് കൊടുത്തത്. അപ്പോൾ നമ്മൾ മാറ്റത്തെ നേരിടാൻ തയ്യാറായാൽ മാറ്റം അതിൻ്റെ വാക്ക് പാലിക്കും. താങ്ക് യു വെരി മച്ച്.